തനി നാടൻ കറികളുടെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്ന കശുവണ്ടി തീയലായാലോ നമുക്കിന്ന്. അപ്പോൾ നല്ല പച്ച കശുവണ്ടി എടുക്കുക, അത് രണ്ടായിട്ട് കീറി അതിനകത്തിരിക്കുന്ന പരിപ്പ് ഇളം ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ആ തോലൊന്ന് ഇളകാൻ വേണ്ടിയാണ് നമ്മൾ ഇളം ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരു 10-15 മിനിറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് ഇളക്കി നോക്കുമ്പോൾ അതിൻ്റെ തൊലി ഇങ്ങനെ ഇളകിപ്പോരും. അപ്പോൾ ഇതെല്ലാം അതുപോലെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം കറിക്കുള്ള അരപ്പിന് വേണ്ടി നമ്മൾ തേങ്ങ വറക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാൻ എടുക്കുക, അതിലേക്ക് തിരിങ്ങിയ തേങ്ങ, ഒരു ലേശം കുരുമുളക്, 2-3 ചുവന്നുള്ളി, വെളുത്തുള്ളി ഇവ ഇട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ലേശം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് പൊടികളായ മുളക് പൊടി, ലേശം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ലേശം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറിയതിനു ശേഷം അടുപ്പത്തൊന്ന് വാങ്ങി വെക്കുക. അതിനുശേഷം ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കുക. അതിലേക്ക് ചുവന്നുള്ളി, പച്ചമുളക് ഇവയിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പറങ്ങേണ്ടി അതിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റി വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. ലേശം ഉപ്പിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ എല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുക. അത് ഇതിലേക്ക് ഇട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. പിന്നെ അവസാനം നമുക്ക് വളരെ രുചികരമാക്കാൻ വേണ്ടി നമുക്ക് ഇച്ചിരി കടുവും കൂടെ ഒന്ന് വറുത്തൊഴിക്കാം. അപ്പം വളരെ സൂപ്പർ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പറങ്ങേണ്ടി തീയൽ തയ്യാറാണ്.